കടൽ പെട്ടെന്ന് ശാന്തമായി. തിരമാലകൾ അതിവേഗം പിന്നോട്ട് വലിയാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടതും ജാക്കിന് കാര്യം മനസ്സിലായി. അതൊരു സുനാമിയുടെ വരവായിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അയാൾ തന്റെ ബോട്ട് ആഴക്കടലിലേക്ക് തിരിച്ചുവിട്ടു. ചുറ്റുമുള്ള ബോട്ടുകളും അതേ ദിശയിലേക്ക് പാഞ്ഞു. അന്തരീക്ഷം കൂടുതൽ ഭീകരമായിക്കൊണ്ടിരുന്നു. സുനാമിയുടെ ഉയരം കൂടിക്കൂടി വന്നു. തിരമാലകൾ ആകാശത്തെ തൊടുന്നത്ര വലുതായി. ജാക്ക് എഞ്ചിന്റെ വേഗത കൂട്ടി. ബോട്ട് തിരമാലയിലേക്ക് കുതിച്ചുയർന്നു. തിരയുടെ ചരിവ് അത്രയ്ക്ക് കുത്തനെയുള്ളതുകൊണ്ട് ബോട്ട് ഏകദേശം 70 ഡിഗ്രി ചരിവിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങി. തങ്ങൾക്ക് ഇത് കടന്നുപോകാൻ കഴിയുമെന്ന് ജാക്കും കൂട്ടുകാരനും വിശ്വസിച്ചു. എന്നാൽ അതാ വരുന്നു ഒരു കൂറ്റൻ കപ്പൽ ആ തിരമാലയുടെ ഒപ്പം. തലനാരിഴയ്ക്കാണ് അവർ ആ കപ്പലിന്റെ ചിറകുകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ മുകളിൽ നിന്ന് ഭാരമേറിയ കണ്ടെയ്നറുകൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. ജാക്ക് തന്ത്രപരമായി ബോട്ട് നിയന്ത്രിച്ച് അവയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കൂറ്റൻ കപ്പലിന്റെ ആഘാതത്തിൽ നഗരത്തെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു. നഗരം മുഴുവൻ നിമിഷനേരം കൊണ്ട് ആശയക്കുഴപ്പത്തിലായി. ആളുകൾ ജീവൻ രക്ഷിക്കാൻ പരിഭ്രാന്തരായി ഓട്ടി. നഗരം ഇപ്പോൾ ഒരു ദുരന്തഭൂമിയായിരുന്നു. ജാക്കിന്റെ കൂട്ടുകാർ തങ്ങളുടെ കുട്ടികളെ രക്ഷിക്കാൻ നഗരത്തിലേക്ക് പാഞ്ഞു. കുട്ടികൾ ഒരു ബോട്ട് കണ്ടു. പക്ഷേ അവരുടെ ശബ്ദം ജാക്കിന്റെ അടുത്തെത്തിയില്ല. അയാൾ കൂടുതൽ ദൂരേക്ക് നീങ്ങിത്തുടങ്ങി. അപ്പോഴാണ് കുട്ടികൾ ഒരു ലേസർ ലൈറ്റ് ഉപയോഗിച്ച് സിഗ്നൽ നൽകിയത്. ജാക്ക് അവരെ കണ്ടു. പക്ഷേ അതേ നിമിഷം കെട്ടിടം തകർന്നു വീഴാൻ തുടങ്ങി. എല്ലാം വീണ്ടും അപകടത്തിലായി.